നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ ഇല്ലാത്ത ഒരു ചൂട് തന്നെയാണ് കേരളത്തിൽ, വേനൽ തന്നെയാണ് കത്തിയാളിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കടുത്ത വേനലിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണികളുമെല്ലാം സമ്മതിദായകരെ സമീപിച്ചുകൊണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയുമായി വീട് വീടാന്തരം കയറിയിറങ്ങി നടക്കുന്നത്, പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇക്കുറി മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെ നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും എല്ലാം കരുത്തരായ നേതാക്കൾ തന്നെയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ചിലതാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും പാലക്കാടും എല്ലാം. UDF, LDF, BJP ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ മണ്ഡലങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളായി തന്നെ ഇവയെ പരിഗണിക്കപ്പെടുന്നു. കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങളായി ഇവയെ പരിഗണിക്കപ്പെടുന്നു. തികഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇത്. എന്നാൽ കേരളത്തിലെ A ക്ലാസ് മണ്ഡലം അല്ലാതിരുന്നിട്ടും ഗ്ലാമർ മണ്ഡലം അല്ലാതിരുന്നിട്ട് കൂടി ഒരു മണ്ഡലം, ഒരു ലോക്സഭാ മണ്ഡലം ഏറെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തന്നെയാണ്. SNDP സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള, നിർണായക വോട്ടുകളുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് സിറ്റിംഗ് MP-യായ LDF-ന്റെ സിറ്റിംഗ് MP-യായ ആരിഫ് തന്നെയാണ്. ആരിഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും 20 ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 19 സ്ഥാനാർത്ഥികളെ UDF ജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞപ്പോൾ ആലപ്പുഴ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് LDF-ന് ഒരു തരി കനൽ വെളിച്ചം അവശേഷിച്ചിരുന്നത്. അത് ആരിഫ് തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ പല തരംഗങ്ങളും ഉണ്ടാകുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുവാൻ LDF-ന് ശക്തിയില്ല. അതുകൊണ്ട് LDF-നെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും പരമാവധി കോൺഗ്രസ് MP-മാർ ജയിച്ചു പോകണം എന്നുള്ള ചില ആളുകളുടെ, ചില ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിൽ 19 MP-മാരെ വിജയിപ്പിച്ചു വിടുവാൻ UDF-നായത്. എന്നാൽ ആ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോടുള്ള വിരോധം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വരെ കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത്. അത് എന്ത് തന്നെയായാലും ആലപ്പുഴയിൽ ശക്തിയായ ത്രികോണ മത്സരം നടക്കുന്ന അവസരത്തിൽ സിറ്റിംഗ് MP-യായ ആരിഫ് നല്ലവണ്ണം വിയർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആലപ്പുഴയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മുൻപ് ആലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരിച്ചിട്ടുള്ള MP-ആയിട്ടുള്ള, മന്ത്രിയായിട്ടുള്ള KC വേണുഗോപാൽ തന്നെയാണ്. പയ്യന്നൂർക്കാരനാണെങ്കിലും ആലപ്പുഴയുടെ സ്വന്തം ആൾ തന്നെയാണ് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ കേന്ദ്ര നിർവാഹക സമിതി അംഗം കൂടിയായ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മത്സരിക്കുന്ന എന്നൊരു പ്രാധാന്യം കൂടി ആലപ്പുഴയ്ക്ക് കൈവരുമ്പോൾ ഏത് വിധേനയും UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത. എന്നാൽ SNDP മണ്ഡലത്തിന്റെ നിർണായക വോട്ടുകളുള്ള SNDP സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കണിച്ചുകുളങ്ങര അടക്കമുള്ള സ്ഥലങ്ങൾ ഈ ആലപ്പുഴ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. SNDP വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്, വോട്ടുകളുണ്ട്. SNDP വിഭാഗത്തിൽ പിറന്ന ആൾ തന്നെയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായ, BJP-യുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്നുള്ള ഒറ്റ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ KC വേണുഗോപാലിനും ആരിഫിനും കിളിപോയി എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആറ്റിങ്ങലിലായിരുന്നു. ഇപ്പോൾ ആറ്റിങ്ങലിൽ BJP-യുടെ മന്ത്രി കൂടിയായ V മുരളീധരൻ മത്സരിക്കുന്നു BJP സ്ഥാനാർത്ഥിയായി. എന്നാൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,48,000-ൽ അധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രന് നേടാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ അവർ എവിടെ നിന്നാലും വോട്ടിന്റെ ശതമാനം എപ്പോഴും കൂട്ടിയിട്ടേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഇക്കുറി 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്.
9ാം അംഗത്തിനിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴയിൽ നിന്ന് വിജയിക്കും, താമര ചൂടും എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികളായ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. മണ്ഡലത്തിൽ പര്യടനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഇത് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,80,000 ശിഷ്ടം വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി പരിഗണിക്കുമ്പോൾ ഏത് മണ്ഡലത്തിൽ ചെന്ന് നിന്നാലും അവിടെയെല്ലാം വോട്ടിംഗ് ശതമാനം കൂട്ടുവാൻ വളരെ സാമർഥ്യമുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവിനെ ആലപ്പുഴയിൽ കിട്ടുമ്പോൾ BJP ഊർജിതമായി പ്രവർത്തിക്കുമ്പോൾ നല്ല കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തങ്ങൾക്ക് കിട്ടി എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി എണ്ണയിട്ട യന്ത്രം പോലെ BJP പ്രവർത്തകരും അണികളും ഒരുപോലെ ആലപ്പുഴയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ SNDP വിഭാഗത്തിന്റെ നിർണായക സ്വാധീനമുള്ള വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രന് കിട്ടാൻ സാധ്യതയുണ്ടാകുമ്പോൾ തീർച്ചയായും SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശംസകളോടുകൂടി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന NDA എന്ന മുന്നണിയുടെ ഘടക കക്ഷിയായ BDJSന്റെ സംസ്ഥാന നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശംസകളോടുകൂടി ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് തന്നെയായാലും KC വേണുഗോപാലിനും ആരിഫിനും കൃത്യമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം BJP ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചത്. ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞതോടുകൂടി KC വേണുഗോപാലും ആരിഫും തെല്ലൊന്നുമല്ല വിയർക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ വേണുഗോപാൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ്. സിറ്റിംഗ് MP ആയ കഴിഞ്ഞ തവണ ഒരു തരി കനൽ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഏക ലോക്സഭാ മണ്ഡലം LDFന് പ്രദാനം ചെയ്ത ആരിഫിനും ഇക്കുറി വിജയം നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീപ്പൊരി പാറുന്ന ത്രികോണ മത്സരം തന്നെ ആലപ്പുഴയിൽ നടക്കുമ്പോൾ ചില അടിയൊഴുക്കുകൾ ആലപ്പുഴയിൽ കൃത്യമായി ഉണ്ടാകും എന്ന് തന്നെ പറയപ്പെടുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ നിർണായകമായി മാറ്റിമറിക്കാൻ സ്വാധീനമുള്ള കഴിവുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശംസകൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രനുണ്ട് എന്ന് തന്നെയാണ് BDJS കേന്ദ്രങ്ങളും BJPയും ഒരുപോലെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനത്തിലുള്ള നിർണായക വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ വിജയം ഉറപ്പാണ് എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു ത്രികോണ മത്സരം, വാശിയേറിയ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ സമ്മതിദായകർ വിവിധ തരങ്ങളിലുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അടുത്ത വട്ടവും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ ഭരിക്കും എന്നുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പായിരിക്കുമ്പോൾ അവിടെ പാർലമെന്റ് ക്യാന്റീനിൽ പോയി ചായ കുടിക്കുവാൻ വേണ്ടി ഇവിടെ നിന്നൊരു MP ജയിപ്പിച്ചു വിട്ടിട്ട് എന്താണ് കാര്യം എന്നാണ് ആലപ്പുഴ നിവാസികൾ ചോദിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു MP അവിടെ ചെല്ലുകയാണെങ്കിൽ ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് അത് കൂട്ടാകും. അതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ പോയി ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് ക്യാന്റീനിൽ പോയി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് ആലപ്പുഴക്കാർക്ക് യാതൊരു തരത്തിലും ഒരു ഗുണമില്ല. മറിച്ച് ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങളെ പൂവണിയിക്കണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ താമര വിരിയണം, ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പല ചായക്കടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുകൊണ്ട് BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്ത് തന്നെയായാലും BJPയുടെ കരുത്തുറ്റ സിംഹിണി, ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ വിശേഷമുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ BJPയെ നയിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ തീർച്ചയായും BJP ഇക്കുറി ആലപ്പുഴയിൽ ചരിത്ര വിജയം നേടും എന്ന് തന്നെ പറയപ്പെടുന്നു. എന്തായാലും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ, ആരിഫ് ജയിക്കുമോ, KC വേണുഗോപാൽ ജയിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.